all and welcome back to my YouTube channel. ഇപ്പോൾ എൻ്റെ ഈ വേഷമൊക്കെ കണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ജിമ്മിൽ പോകുന്നതാണെന്ന്. അല്ല, സോറി. ഓക്കെ, അപ്പം ഞാൻ ആക്ച്വലി ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോവാണ്. ഇപ്പോൾ എനിക്ക് നിലവിൽ ഡ്യൂട്ടി ഞാനിപ്പോൾ കുറച്ചൊരു ഉഴപ്പാണ് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടാൻ. കാരണം വേറൊന്നും ഉണ്ടല്ല, എൻ്റെ ഡ്യൂട്ടി മാറി, അതുകൊണ്ടാണ്. വെയിറ്റ്. ഓക്കെ, ജർമ്മനിയിൽ ഒരാൾ തുമ്മിയിട്ടുണ്ടെങ്കിൽ അത് കേട്ടയാൾ ഗെസുൺ ഹൈറ്റ് എന്ന് പറയണം, അല്ലെങ്കിൽ ഗെസുൺ ഹൈറ്റ് എന്ന് പറയണം. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം എൻ്റെ അടുത്താണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് ദാങ്ക് എന്ന് പറയണം. ഓക്കെ, ലൈക്ക് ഇപ്പം മുസ്ലിംസ് ഒരാൾ തുമ്മിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് പോലെ തന്നെ ഈക്വൽ ടു. ഓക്കെ, എനിവേ അതല്ല നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു കുട്ടി റുട്ടീൻ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. ഇത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് ക്രങ്കൻ ഹൗസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അതിൻ്റെ ഡ്യൂട്ടി സംബന്ധമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് കൊണ്ടാണ് എനിക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ചെയ്യാനായിട്ട് പറ്റാത്തത്. ആൻഡ് ഇപ്പോൾ എനിക്ക് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കൈയൊക്കെ കുറച്ചൊന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ജിമ്മിൽ പോകുന്നതിൻ്റെ. എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ബോഡി അടിപൊളിയായിട്ടുണ്ടെന്ന്. ഇനിയും കുറച്ച് സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫസ്റ്റ് ഡേ ഓഫ് സ്പേറ്റ് ആണ്. അതായത് ഇന്ന് എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ്. 12:48 മുതൽ 9 മണി വരെയാണ് ഇവിടെ ഡ്യൂട്ടി വരുന്നത്, ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ ഐ നീഡ് ടു എക്സ്പ്ലെയിൻ എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽ ഡ്യൂട്ടി എന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നുണ്ട്. സോ അതും ആൻഡ് എൻ്റെ ഒരു ഡ്യൂട്ടിയും കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ കുറച്ചൊക്കെ ബിറ്റ് കാണിക്കുന്നതായിരിക്കും. കാരണം നമുക്ക് ഫോൺ അലൗഡ് അല്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ എനിക്ക് പറ്റുന്നിടത്തൊക്കെ ഞാൻ എടുക്കാം മാക്സിമം. ഓക്കെ, അപ്പോൾ എനിവേ അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇതെൻ്റെ സെക്കൻഡ് ട്രെയിനാണ് കേട്ടോ. ഫസ്റ്റ് ട്രെയിനിൽ നിന്ന് മാറി ഇത് സെക്കൻഡ് ട്രെയിനാണ്. ഈ പോകുന്ന ടൈമിൽ ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യില്ലാത്തില്ല. ആൻഡ് ഇപ്പോൾ എനിക്ക് മൂഡില്ല എന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിലൊക്കെ എന്തെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. ഇപ്പം നിലവിൽ ഞാൻ മുല്ലപ്പെരിയാറിനെ പറ്റി കാണുകയാണ്. കാരണം അങ്ങനെ ഇനി കുറച്ച് നേരം നമുക്ക് ബസ്സിലെ കാഴ്ചകളാണ്. അതാണ് ഞാൻ ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ തിരിഞ്ഞിരിക്കുകയായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി. പക്ഷേ കുറച്ച് നേരത്തേക്ക് ഞാൻ നേരെ ഇരുന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. ഡ്രസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്കിന് സെപ്പറേറ്റ് ക്ലോത്ത് ഉണ്ട്, അതെടുക്കാൻ വേണ്ടി പോകണം. ഡെയിലി നമ്മൾ പുതിയതെടുക്കും. അപ്പോൾ ഒരു ചിപ്പ് വെച്ചിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്കുള്ള ഡ്രസ്സ് അവിടെ കാണിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് ഞാൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഡ്രസ്സ് അവിടെ നിന്ന് വരും. നല്ല രസമാണ് കാണാനൊക്കെ, നല്ല ഭംഗിയാണ്. എനിക്കൊരു മഞ്ഞയും വെള്ളയും ആണ് ഡെയിലി ഉള്ളത്. പക്ഷേ അത് ഡെയിലി ചേഞ്ച് ചെയ്യും. ഇത് വൈകുന്നേരങ്ങളിൽ ഞാൻ തിരിച്ചു കൊണ്ട് ഇവിടെ തന്നെ ഇടണം. ഇതാളൊരു പ്ലേസോടെ ഉണ്ട്. അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് പുതിയ ക്ലോത്ത്സ് കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫങ്ഷൻ വരുന്നത്. ആൻഡ് ഈ ഒരു ചിപ്പ് വെച്ചിട്ടാണ് നമ്മളെപ്പോൾ അവിടെ ജോലിക്ക് കയറി എന്ന് ഇവർ റെക്കഗ്നൈസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ആൻഡ് ഇത് ഞാൻ ജസ്റ്റ് ടോയ്ലറ്റിൽ വന്നപ്പോൾ എടുത്ത ക്ലിപ്പാണ് കേട്ടോ. അങ്ങനെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര വലുതാണ് ഗൈസ്, പക്ഷേ കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പം എനിവേ ജോലിക്ക് കയറട്ടെ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കാണാം, ബൈ. സോ ഗൈസ്, അപ്പം വർക്കിൻ്റെ ഇടയ്ക്ക് എന്നെ അപ്പോത്തിക്കയിലേക്ക് പറഞ്ഞു വിട്ടാണ്. അപ്പം ഞാൻ അപ്പോത്തിക്കാരെ പോകാനോട് തൊട്ടടുത്താണ്. അപ്പോൾ ഇച്ചിരി നടന്നു പോകാനുണ്ട് മേളിലേക്ക്, അത്രേ ഉള്ളൂ. പോയിട്ട് വരാം. ഓക്കെ. സോ ഗൈസ്, ആക്ച്വലി ഞാൻ സ്റ്റക്ക് ചെയ്യുക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നല്ലോ മരുന്നൊന്നും എടുക്കാൻ വേണ്ടി വന്നതാണ്. സോ നോ ഐഡിയ, ഇവർ തന്നില്ല, ചില വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ ജോലി ചെയ്യാൻ ഇറങ്ങി. ഒരു 7:55 ആകുമ്പോഴത്തേക്കും ഞാൻ ജോലി ചെയ്യാൻ ഇറങ്ങേ. സോ ഗൈസ്, ആൻഡ് ഐ ആം ബാക്ക്. അപ്പം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ ടൈം ട്രാവലുള്ളൂ. രാത്രി ആയതുകൊണ്ടാവാം എനിക്ക് എന്തോ ഭാഗ്യത്തിന് എനിക്ക് 1 മണിക്കൂർ ട്രാവലേ ഉള്ളൂ. അപ്പം ഞാൻ അവിടെ നിന്ന് 7:45 കഴിഞ്ഞ് 7:50 ആയപ്പോഴത്തേക്ക് ഇറങ്ങി. എനിക്ക് വേഗം തന്നെ നടന്നു വന്നുകൊണ്ട് ബസ് കിട്ടിയിട്ട് പിന്നെ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു, ഓടി വന്നിട്ട്. അപ്പോൾ പിന്നെ ഞാനൊരു കടയിൽ കയറി. അതുപോലെ തന്നെ എനിക്ക് ഇന്ന് ഇവിടുത്തെ ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ, എനിക്ക് പൈസ തന്നു 10 euro തന്നു. അത് ഇവിടെ തരും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ലൈക്ക് ഒരു റൂമിൽ ഇങ്ങനെ ജോലി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈക്ക് ഒരു പുള്ളിക്കാരിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വേഗം വേറൊരു പുള്ളിക്കാരി 1ാം നമ്പറിലുള്ളൊരു പുള്ളിക്കാരൻ്റെ, അതായത് പേഷ്യൻറ്റിൻ്റെ കെട്ടികളാണ്, ബൈസ്റ്റാൻഡറായിട്ട് വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരി എന്നെ വിളിച്ചു. അപ്പോൾ എന്നെ എല്ലാവർക്കും ഇവിടെ പോയാലും ഇഷ്ടമാണ് കേട്ടോ. കാരണം ഞാനെപ്പോഴും ഇങ്ങനെ ചിരിച്ച് കുറച്ചുകൂടി സ്നേഹത്തോടെ മിണ്ടണോണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നുന്നത്. അപ്പം പുള്ളിക്കാരി എന്നെ വിളിച്ചു. അപ്പം ഞാൻ ഇറങ്ങിപ്പോയി. പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് എൻ്റെ പോക്കറ്റിലേക്ക് 10 രൂപ ഇട്ട് തന്നു. ലൈക്ക് ഇവിടുത്തെ 10 euro ഇട്ട് തന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് നിനക്കുള്ളതാണ്, വേറെ ആർക്കും
കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. കാരണം നമുക്കിവിടെ കോഫി കുടിക്കാനായിട്ട് നമ്മൾ ഇവർ തരുന്ന പൈസയൊക്കെ എടുത്തിട്ട് നഴ്സുമാർ കോഫി കുടിക്കാറുണ്ട്. അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ എടുക്കാമല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് നിനക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ തരുന്നതാണ്, എന്നെ ഇഷ്ടപ്പെട്ടിട്ട് കേട്ടോ, ഇത് എനിക്ക് വേണ്ടി മാത്രം ഞാൻ തരുന്നതാണ്, കോഫി കുടിക്കാനുള്ളത് ഞാൻ എക്സ്ട്രാ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പുള്ളിക്കാരി നിനക്കാണ് മാറ്റി കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഓക്കെ, ഞാൻ താങ്ക് യു ഒക്കെ പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് പുള്ളിക്കാരി ഒരു 20 യൂറോ കൊണ്ടുവന്ന് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ അടുത്തും കൊടുക്കുന്ന ടൈമിൽ അവിടെ ഇരിക്കുന്ന നഴ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞാനും ഇതിൻ്റെ അകത്തുള്ളതല്ലേ, എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ കൊച്ചിനും ഇത് കൊടുക്കൂലേ, ഈ കൊച്ചും ഇതിൻ്റെ അകത്തുള്ളതല്ലേ എന്നൊക്കെ നഴ്സ് പറഞ്ഞു അതേന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അപ്പോൾ അങ്ങനെ സ്നേഹമുള്ളവരുണ്ട് കേട്ടോ. നമുക്ക് ഇടയ്ക്ക് അങ്ങനെ അവർ പൈസ തരും. ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങില്ല, കാരണം വാങ്ങില്ല എന്നല്ല, എനിക്ക് 2-3 പ്രാവശ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കൊണ്ട് അവിടെ ആർക്കെങ്കിലും കൊടുക്കും. കഴിഞ്ഞ ദിവസം എനിക്ക് ഓൾഡ് ഏജ് ഹോമിൽ ഒരു പുള്ളി 50 യൂറോ തന്നു. 50 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4000 സംതിങ്, 4000 to 4500 ഇടയ്ക്ക് വരുമായിരിക്കും. കറക്റ്റ് റേറ്റ് അറിയില്ല ഇപ്പോൾ, എങ്കിലും ആ ഒരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ ആ പുള്ളി ഒറ്റയടിക്ക് എനിക്ക് 50 രൂപ തന്നു. കാരണം എനിക്ക് ഒരാളുടെ വിഷമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് 50 യൂറോ കിട്ടിയ കേസായിരുന്നു. അപ്പോൾ എനിക്കറിയത്തില്ല ഇത് എൻ്റെ കുഴപ്പമാണെന്ന്. ഞാൻ കുറച്ചുകൂടി എല്ലാവരുടെ അടുത്തും നൈസായിട്ട് നിൽക്കുന്നത്. എനിക്ക് ആരെങ്കിലും എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഞാനത് കേട്ടോണ്ട് നിൽക്കുള്ളൂ. എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ വേർത്തുന്നില്ല. അപ്പോൾ അന്നാൾ ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് വർക്ക് ചെയ്തപ്പോൾ 2ാം നിലയിൽ ആദ്യമായിട്ടാണ് ഞാൻ തന്നെ വർക്ക് ചെയ്തത്. അപ്പോൾ ഒരു പുള്ളിക്കാരനുണ്ട്, ഭയങ്കര തടിച്ചിട്ട് ഒരു പുള്ളിക്കാരനുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഒന്നും വലിയവരായിട്ട് പറ്റില്ല. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുള്ളിയുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ പുള്ളി കുറേ ജർമ്മൻ പറയും. അപ്പം പുള്ളി കുറച്ച് കുഴന്ന് സംസാരിക്കണേ. അന്നേരം എനിക്ക് എല്ലാം ക്ലിയർ ആവില്ല. എങ്കിലും ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കും. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കേട്ടുകൊണ്ട് നിൽക്കും. എല്ലാം മനസ്സിലാവില്ല എന്നുണ്ടെങ്കിലും പിന്നെ ചിലതൊക്കെ മനസ്സിലാവുമ്പോൾ റിപ്ലൈ കൊടുക്കും. അപ്പോൾ പുള്ളി ഇന്നാൾ എൻ്റെ അടുത്ത് നിന്ന് ഭയങ്കര കരച്ചില്ല. കാരണം ആംബുലൻസ് ഫ്ലീഗയിലായിരുന്ന ടൈമിൽ പുള്ളീനെ നോക്കാൻ പോകുന്ന ഒരു നഴ്സിൻ്റെ അടുത്ത് പുള്ളി എന്തോ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരി ചെയ്ത് കൊടുത്തില്ല. രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമെങ്കിലും പുള്ളിക്കാരിക്കില്ല. പുള്ളി പറഞ്ഞൊരു കേസ് വൃത്തിയിട്ടൊന്നുമല്ല കേട്ടോ, അല്ലാണ്ട് പുള്ളിയുടെ പേഴ്സണൽ കാര്യം ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചു. അതായത് കിച്ചൺ എന്താക്കുമെന്ന് ചോദിച്ചു, എനിക്കറിയത്തില്ല. ഞാനെന്തോ പറഞ്ഞു പുള്ളി കിച്ചൺ ക്ലീൻ ചെയ്ത് കൊടുക്കാമോ എന്നെന്തോ ചോദിച്ചു. പുള്ളിക്ക് പറ്റില്ലാത്തതുകൊണ്ട് അന്നേരം. അപ്പോൾ പുള്ളിക്കാരി പറ്റില്ലാന്നോ എന്തോ പറഞ്ഞു പോയി, പിന്നെ വന്നിട്ടില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനായാലും ചിലപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കട്ടോ എൻ്റെ ഒരു ഇത് വെച്ചിട്ട്. പക്ഷേ എന്നിട്ട് ആ ഒരു സിറ്റുവേഷൻ വന്നതിന് ശേഷം പുള്ളി അത് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന കാര്യം. അപ്പം ഞാൻ പുള്ളിക്ക് ഓരോ കുഞ്ഞു കാര്യങ്ങൾ ഞാൻ പുള്ളിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഒരു ആഗ്രഹം, ലൈക്ക് എനിക്ക് എന്തെങ്കിലും തരണം. അപ്പോൾ എൻ്റെ അടുത്ത് 50 രൂപ എടുത്ത് തന്നു. 50 യൂറോൻ്റെ കൂടെ 50 യൂറോ ആദ്യമായിട്ട് 50 യൂറോ ഉണ്ടായി. ഇപ്പോഴും 5 യൂറോയോ 10 യൂറോയൊക്കെ ഇവർ തരുന്നത്. ഓൾഡ് ഏജ് ഹോമിലുള്ളവർ അത്രയും തരില്ല, 2 യൂറോയൊക്കെ വെച്ചിട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുള്ളി 50 യൂറോ എടുത്തു. ഞാൻ ഓടിക്കൊണ്ടായി താഴെ കൊണ്ടുപോയി കൊടുത്തു. കാരണം ഇനി അത് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് വലിയൊരു ഇഷ്യൂ. പിന്നെ അവിടെ കൊണ്ട് കൊടുത്തു. ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കയ്യിൽ പൈസ ഉണ്ടാകും, മറ്റവരെ പോലെ അല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് കൊടുത്തില്ല. സോ ഗൈസ്, ഐ ആം ബാക്ക്. ജോലി കഴിഞ്ഞു. ഇപ്പം ഞാൻ ജസ്റ്റ് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയേ ഉള്ളൂ. ട്രെയിൻ പോയി ചെറിയൊരു കുളിരുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ എൻ്റെ ജാക്കറ്റ് ഉണ്ടായിരുന്നു താഴേക്ക്, പിന്നെ എനിക്ക് അയച്ചിടാനൊന്നും പറ്റത്തില്ല. ലോകം മടിയാണ്, എന്ത് ചെയ്യാനാണ്, മടിച്ച് ഓക്കെ ആണ്. ഈ തണുപ്പ് നമുക്ക് ഓക്കെയാണ്. ചെറിയൊരു തലവേദന എടുത്ത് തുടങ്ങുന്നുണ്ട്. ഇവിടെ നിന്നല്ല, കഴുത്തിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ തലവേദന ആയിരിക്കില്ല, കഴുത്ത് വേദന ആയിരിക്കും. പിന്നെ ഞാൻ പോയിട്ട് ഫുഡുണ്ട് വീട്ടിൽ, വിശപ്പുണ്ട്, അതാണ്. Don't play with it, don't be dishonest. Ay, still not understand.